എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ABC ജ്യൂസ്. ABC എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട് ആയതുകൊണ്ട് ചില ആളുകൾക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കഫക്കെട്ടിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ആപ്പിളിന് പകരം നെല്ലിക്ക ഉപയോഗിക്കാം. അപ്പോഴും അത് അംല ABC ജ്യൂസ് തന്നെയായിരിക്കും. അപ്പോൾ നെല്ലിക്ക ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പുളിരസം ഉണ്ടാവും. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒരു നെല്ലിക്ക എടുത്തിട്ട് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയൊന്നും ചേർക്കില്ല. പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ തേൻ യൂസ് ചെയ്യാം. പിന്നെ ആപ്പിളാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടും ആപ്പിളും ഏകദേശം ഒരേ അളവിൽ എടുക്കുക. ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് എടുത്താലും മതി. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പോൾ ഞാനിതിനകത്ത് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ബീട്രൂട്ട്, ക്യാരറ്റിനെക്കാട്ടിലും കൂടുതലുണ്ട് ബീട്രൂട്ട്, അതിലും കൂടുതലായിട്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നാരങ്ങ നീരാണ്. പിന്നെ ഒരു നുള്ളി കൂടുതൽ ഇടാൻ പാടില്ല. ഒരു നുള്ള് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. എന്നിട്ട് നമുക്ക് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുടിക്കുന്നവർക്ക് അങ്ങനെ തന്നെ കുടിക്കാം. അതല്ല അത് അരിച്ചെടുത്തിട്ട് കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം. എങ്ങനെയാണ് നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. അത് അരിക്കാണ്ട് കുടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര കൂടി ഇഷ്ടമാവില്ല. അപ്പോൾ അരിച്ച് തന്നെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് വളരെയധികം ഗുണം ചെയ്യണ ഒരു ജ്യൂസാണിത്. കാരണം എപ്പോഴും അയണിൻ്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനൊക്കെ കുറവാകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഹീമോഗ്ലോബിൻ പെട്ടെന്ന് കൂട്ടും. പിന്നെ അയൺ കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനകത്തേക്ക് നെല്ലിക്ക, അപ്പോൾ ഒരു ദിവസം ആപ്പിൾ ഇട്ടടിക്കുക, ഒരു ദിവസം നെല്ലിക്ക ഇട്ടടിക്കുക, അങ്ങനെ മാറി മാറി ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുടി കൊഴിയണതിന് വളരെയധികം ഇത് തലമുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് നമ്മുടെ ഒരു 10 ദിവസമൊക്കെ കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഹീമോഗ്ലോബിൻ്റെ അളവിൽ മാറ്റം വരും, കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് രാത്രിയിൽ ഈ ജ്യൂസും അതിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും പ്രോട്ടീനോ ഫൈബറോ അടങ്ങിയ എന്തെങ്കിലും ഭക്ഷണം കൂടി കഴിച്ചാൽ മതി. ഇത് കുടിക്കുമ്പോൾ തന്നെ വയറ് വളരെയധികം ഫില്ലായിട്ട് തോന്നും. അപ്പോൾ ഇതിനകത്ത് വെള്ളം എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് ലൂസാക്കിയും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. വെള്ളം നമ്മുടെ സൗകര്യം അനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ABC ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതേക്ക് 1 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക, 1 കപ്പിൽ കുറവ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഒരുപാട് ഇങ്ങനെ അടുത്ത ഹോളുള്ള അരിപ്പ വെച്ചിട്ട് അരിക്കാണ്ട് കുറച്ച് അകൽച്ചുള്ള ഹോളുള്ള അരിപ്പ വെച്ചിട്ട് വേണം അരിക്കാനായിട്ട്. കാരണം അത് ചെറിയ അരിപ്പയിൽ അരയ്ക്കുമ്പോൾ അതിൽ നിന്നെല്ലാം അതിൻ്റെ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ നന്നായിട്ട് അരഞ്ഞ പോർഷനൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ അതും കൂടി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ണകളുള്ള അരിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ചായ അരിക്കണ അരിപ്പയിൽ എന്തായാലും അരിക്കരുത്. ജ്യൂസിൻ്റെയൊക്കെ ഒരു അരിപ്പ് എടുത്തിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിനി 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നെല്ലിക്കയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും തേൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തേനും കൂടി ചേർത്തിറക്കിയിട്ട് ഇത് നമുക്ക് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഡിന്നറിന് പകരമായിട്ട് ഇതും അതിൻ്റെ കൂടെ എന്തെങ്കിലും പ്രോട്ടീനോ ഫൈബറോ നിറഞ്ഞതോ കഴിക്കാം, വെയിറ്റ് ലോസ് ചെയ്യണവർ. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ളവർക്കും ഇത് വളരെയധികം നല്ലതാണ്. ഈ ജ്യൂസ് ഡെയിലി കഴിക്കണത് ഞാൻ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് കൂടും. പിന്നെ കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. ഈ ഫ്രൂട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ആപ്പിളിന് പകരം അംല യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. നിങ്ങളൊരു പ്രാവശ്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണവരാണ് എന്നുണ്ടെങ്കിൽ, ഈ രീതിയിലല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അതെല്ലാം ഇതുവരെ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.